പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റിൽ ഒരു രാസസന്തുലനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം അതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ഈക്വിലിബ്രിയം. ഇനി അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആ ചോദ്യം ഇതാണ്: ഒരു വ്യൂഹം സന്തുലനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ അത് സന്തുലനാവസ്ഥയിൽ തന്നെ തുടരും എങ്കിൽ എത്ര കാലം അത് സന്തുലനാവസ്ഥയിൽ തുടരും? ആഫ്റ്റർ അറ്റൈനിങ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ദ സിസ്റ്റം വിൽ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അണ്ടിൽ വാട്ട് ടൈം? ഏത് സമയം വരെ, എത്ര കാലം അതങ്ങനെ തന്നെ തുടരും? മക്കളെ, ഒരു സന്തുലന വ്യൂഹത്തിൻ്റെ സന്തുലനാവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കും. ഏതുവരെ എന്നറിയോ? ആ വ്യൂഹത്തിൻ്റെ ഗാഢതക്കോ മർദ്ദത്തിനോ താപനിലക്കോ മാറ്റം വരുന്നത് വരെ. അണ്ടിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ മാറ്റം വന്നാലോ, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രഷർ, ടെമ്പറേച്ചർ ഓർ കോൺസെൻട്രേഷൻ, വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുകയെന്നറിയോ? പുരോപ്രവർത്തനത്തിൻ്റെയോ പശ്ചാത്തലപ്രവർത്തനത്തിൻ്റെയോ വേഗതയ്ക്ക് മാറ്റം വരും. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓർ ബാക്ക്വേഡ് റിയാക്ഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം ഇല്ലാതെയാകും, സന്തുലനാവസ്ഥ ശിഥിലമാകും. ദർ വിൽ ബി എ ഡിസ്റ്റർബൻസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? വീണ്ടും പുതിയൊരു സന്തുലനാവസ്ഥ പ്രാപിക്കാൻ വ്യൂഹം ശ്രമിക്കും. എങ്ങനെ? അതിന് ചില പുനഃക്രമീകരണങ്ങളൊക്കെ വ്യൂഹം ചെയ്യും. മക്കളെ, ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയും. ഇത് നമുക്ക് പറഞ്ഞു തന്ന ആൾ ലേ ഷാറ്റ്ലിയർ എന്ന സയൻറ്റിസ്റ്റാണ്. ഇത് ലേ ഷാറ്റ്ലിയർ തത്വം, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? ഒരു സന്തുലന വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വരുത്തിയാൽ ആ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ വ്യൂഹം ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി വീണ്ടും പുതിയൊരു സന്തുലനാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കുക. വെൻ കോൺസെൻട്രേഷൻ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ of a system at equilibrium is changed, the system will readjust to nullify the effect of that change and will attain a new state of equilibrium. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഒരു സന്തുലന വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഒന്നിൽ മാറ്റം വരുത്തിയാൽ ആ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ വ്യൂഹം ചില പുനഃക്രമീകരണങ്ങൾ നടത്തുകയും വീണ്ടും പുതിയ ഒരു സന്തുലനാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. വെൻ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്, ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് by itself so as to nullify the effect of that change and attain a new state of equilibrium. This is what is we called Le Chatelier principle. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഒരു സന്തുലന വ്യൂഹം ഗാഢതയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം ഇല്ലായ്മ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സന്തുലന വ്യൂഹം മർദ്ദത്തിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം ഇല്ലായ്മ ചെയ്യുക. എങ്ങനെയാണ് ഒരു സന്തുലന വ്യൂഹം താപനിലയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം ഇല്ലായ്മ ചെയ്യുക. ഇതോരോന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സന്തുലന വ്യൂഹത്തിൽ ഗാഢതയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ഓക്കെ, നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. ഹേബർ പ്രോസസ്സ് എന്ന് പറയും. ഹേബർ പ്രക്രിയ വഴി അമോണിയ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇതൊരു ഉഭയദിശാ പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ആദ്യം നമുക്ക് അഭികാരങ്ങളുടെ ഗാഢത മാറ്റം വരും. മക്കൾ നിങ്ങൾ നോക്കൂ,
നൈട്രജൻ്റെ ഗാഢത കൂട്ടിയാൽ വെൻ വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ, അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യണം? നൈട്രജൻ്റെ ഗാഢത കൂട്ടിയാൽ വ്യൂഹം അത് കുറക്കാൻ നോക്കും. എങ്ങനെ നൈട്രജൻ്റെ അളവ് കുറക്കുക? പുരോപ്രവർത്തനം വേഗം നടത്തിയാൽ മതി. നോക്കൂ, ഈ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അധികമുള്ള നൈട്രജൻ അമോണിയായിട്ട് മാറൂലേ? ഇനി അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഗാഢത കൂട്ടിയാലോ? വെൻ വി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ ഗാഢത കൂട്ടിയാൽ അത് കുറക്കണം. അതിൻ്റെ വഴി എന്താ? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുക. പുരോപ്രവർത്തനം കുറച്ച് സ്പീഡിൽ നടന്നാൽ ഈ അധികമുള്ള ഹൈഡ്രജൻ അമോണിയായിട്ട് മാറില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടൂലേ? കൂടും. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടുമ്പം അത് നള്ളിഫൈ ചെയ്യാൻ, അതില്ലായ്മ ചെയ്യാൻ വേണ്ടി പശ്ചാത് പ്രവർത്തനം വേഗത്തിലാക്കി അതിനെ അഭികാരകമായിട്ടും മാറ്റും. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാപ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമാകുന്നൊരവസ്ഥയിലേക്ക് വരും. വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നൈട്രജൻ എടുത്താണ്ട് ഒഴിവാക്കുക. അപ്പോൾ നൈട്രജൻ്റെ ഗാഢതയിൽ മാറ്റം കുറവ് വന്നില്ലേ? അപ്പോൾ കുറവുള്ള അത്രയും നൈട്രജൻ ഉണ്ടാക്കാൻ വേണ്ടി അമോണിയ വിഘടിക്കും. പശ്ചാത് പ്രവർത്തനം വേഗം നടത്തി കുറച്ച് നൈട്രജൻ അധികം ഉണ്ടാക്കാൻ നോക്കും. അപ്പം അഭികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഗാഢത വർദ്ധിപ്പിച്ചാൽ അത് കുറക്കാൻ വേണ്ടി പുരോപ്രവർത്തനം വേഗത്തിലാക്കുകയും അഭികാരങ്ങളുടെ ഗാഢത കുറച്ചാൽ അത് കൂട്ടാൻ വേണ്ടി പശ്ചാത് പ്രവർത്തനം വേഗത്തിലാക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും പുതിയൊരു സന്തുലനാവസ്ഥയിലേക്ക് വ്യൂഹം എത്തും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കുക, ഉണ്ടാകുന്ന അമോണിയ വ്യൂഹത്തിൽ നിന്ന് എടുത്തൊഴിവാക്കി എന്താ സംഭവിക്കുക? അപ്പോൾ വ്യൂഹത്തിൽ നിന്ന് അമോണിയ നീക്കം ചെയ്യുമ്പോൾ അമോണിയൻ്റെ ഗാഢത കുറയും. കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ വിൽ ഡിക്രീസ്. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? കൂടുതൽ അമോണിയ ഉണ്ടാക്കാൻ നോക്കും. ഇറ്റ് വിൽ ട്രൈ ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. എങ്ങനെ? പുരോപ്രവർത്തന വേഗത്തിലായാലല്ലേ കൂടുതൽ അമോണിയ ഉണ്ടാവുള്ളൂ. സോ ദ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. അപ്പോൾ അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറക്കാൻ വേണ്ടി പുരോപ്രവർത്തനം വേഗത്തിലാക്കുന്നു. അഭികാരങ്ങളുടെ ഗാഢത കുറച്ചാൽ അത് കൂട്ടാൻ വേണ്ടി പശ്ചാത് പ്രവർത്തനം വേഗത്തിലാക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂട്ടിയാൽ അത് കുറക്കാൻ വേണ്ടി പശ്ചാത് പ്രവർത്തനം വേഗത്തിലാക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറച്ചാൽ അത് കൂട്ടാൻ വേണ്ടി പുരോപ്രവർത്തനം വേഗത്തിലാക്കുന്നു. ഇനി നമുക്ക് താപനിലയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം പരിശോധിച്ച് നോക്കാം. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ താപനിലയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം എന്ത്? ഗാഢതയുടെ കാര്യം പറഞ്ഞപ്പം നമ്മൾ പഠിച്ചു, ഗാഢത കൂട്ടുമ്പം വ്യൂഹം അത് കുറക്കാൻ നോക്കും. ഗാഢത കുറച്ചാൽ അത് കൂട്ടാനുള്ള പണി നോക്കും, അല്ലേ? ഇതേപോലെ തന്നെ താപനില വർദ്ധിപ്പിച്ചാൽ അല്ല അത് കുറക്കാൻ ശ്രമിക്കും. താപനില കുറച്ചാൽ അത് കൂട്ടാൻ ശ്രമിക്കും വ്യൂഹം. താപനില കൂട്ടിയാൽ എങ്ങനെ അത് കുറക്കാൻ പറ്റും? നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ചുട്ടുപഴുത്തൊരു ഇരുമ്പിൻ്റെ കമ്പി, നല്ല ചൂടുള്ള കമ്പിയാണ് അല്ലേ? അതിൻ്റെ ചൂട് എങ്ങനെ കുറക്കുക? താപനില കുറക്കുക എങ്ങനെയാണ്? നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കും അല്ലേ? വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുമ്പോൾ വെള്ളം താപത്തെ ആഗിരണം ചെയ്യും. താപത്തെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം നടന്നാലേ ചൂട് കുറയുള്ളൂ. താപത്തെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ മലയാളത്തിൽ നമ്മൾ താപാഗിരണ പ്രവർത്തനം എന്ന് പറയും. ഇംഗ്ലീഷിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണം. താപാഗിരണ രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ചൂട് കുറഞ്ഞ് വരിക. അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടണമെങ്കിലോ താപനില വർദ്ധിക്കണമെങ്കിൽ താപമോചക രാസപ്രവർത്തനം വേഗം നടക്കണം. എക്സോതെർമിക് റിയാക്ഷൻ. താപമോചകം എന്ന് പറഞ്ഞാൽ ചൂട് ഉണ്ടാകുന്ന പ്രവർത്തനം എന്നല്ലേ? താപം മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നല്ലേ അർത്ഥം. അപ്പോൾ സിസ്റ്റത്തിലൊരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടി വരും. താപനില നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വ്യൂഹത്തിൽ താപനില കൂട്ടിയാൽ വ്യൂഹം എന്ത് ചെയ്യും? താപനില കുറക്കാൻ നോക്കും. എങ്ങനെ താപനില കുറക്കുക? താപാഗിരണ രാസപ്രവർത്തനം വേഗം നടത്തും. എൻഡോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. അപ്പോൾ താപനില കുറയും. ഇനി നമ്മൾ തണുപ്പിച്ചാലോ? വ്യൂഹത്തിൽ താപനില കുറച്ചാലോ? വ്യൂഹം താപനില കൂട്ടാൻ നോക്കും. സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. എങ്ങനെ? താപനില കൂടണമെങ്കിൽ താപമോചക രാസപ്രവർത്തനം വേഗത്തിൽ നടത്തണം.
അപ്പോൾ താപമോചക രാസപ്രവർത്തനം വേഗം നടത്തിയിട്ട് താപനില വർദ്ധിപ്പിക്കാൻ നോക്കും. ഇതാദ്യം മനസ്സിൽ സെറ്റ് ചെയ്യുക. അപ്പം താപനില ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എൻഡോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, ഇനി ഈ ഉദാഹരണത്തിലേക്ക് വരാം. N2+3H2 gives 2NH3+ heat. ഇതിൽ നിങ്ങൾ നോക്കൂ, ഞാനിതൊന്ന് വായിക്കാം. ഞാൻ ആദ്യം പുരോപ്രവർത്തനം വായിക്കാൻ പോകുന്നത് ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ വായിക്കുന്നത് എങ്ങനെയാണ്? നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുമ്പോൾ ധാരാളം താപം പുറത്തു പോകുന്നു. ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് പ്ലസ് ഹീറ്റ് എന്ന് എഴുതിയാൽ താപോർജ്ജം പുറത്തു വിടുന്നു എന്നർത്ഥം. അപ്പോൾ പുരോപ്രവർത്തനം താപമോചക രാസപ്രവർത്തനമാണ്, എക്സോതെർമിക്കാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പം ഈ പുറത്തു പോയ അത്രയും താപം കൊടുത്താൽ, കുറേ താപം പുറത്തു പോയില്ലേ, ഇത്രയും ഹീറ്റ് അമോണിയക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അമോണിയയെ ചൂടാക്കിയാൽ അത് വിഘടിച്ച് ഹൈഡ്രജനും നൈട്രജനായിട്ട് മാറും. അപ്പം പശ്ചാത്തലപ്രവർത്തനം ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ, താപാകിരണം. ഇനി നോക്കുക, ഈ വ്യൂഹത്തിൽ താപനില വർദ്ധിപ്പിക്കുന്നു. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് വാട്ട് വിൽ ഹാപ്പൻ? എൻഡോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും അല്ലേ? താപനില വർദ്ധിപ്പിച്ചാൽ താപത്തെ ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം വേഗം നടക്കും, അഥവാ എൻഡോതെർമിക് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും, അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും, പശ്ചാത്ത പ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. ഇനി താപനില കുറച്ചാലോ? താപനില കൂട്ടാൻ നോക്കും. താപനില കൂടണമെങ്കിൽ താപം ഉണ്ടാകുന്ന പ്രവർത്തനം വേഗം നടക്കണം. ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. താപമോചക പ്രവർത്തനം അഥവാ പുരോപ്രവർത്തനം വേഗം നടക്കും. ഈ പ്രവർത്തനത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ താപനില വർദ്ധിപ്പിച്ചാൽ എന്താ സംഭവിക്കുക ഒന്ന് നോക്കാം. ഇവിടെ പ്ലസ് ഹീറ്റ് എന്നെഴുതിയത് അഭികാരങ്ങളുടെ ഭാഗത്തല്ലേ? അപ്പം അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കുന്നു എന്നാണ്. അപ്പം പുരോപ്രവർത്തനം താപാകിരണമാണ്, എൻഡോതെർമിക്കാണ്. അപ്പോൾ അമോണിയയും HCl തണുക്കുമ്പം സംയോജിച്ചിട്ട് അമോണിയം ക്ലോറൈഡ് ആവും. അപ്പോൾ ഇത് എക്സോതെർമിക്കാണ്. തണുക്കുക എന്ന് പറഞ്ഞാൽ താപത്തെ പുറത്ത് വിടുക എന്നർത്ഥം. പ്ലസ് ഹീറ്റ് എന്ന അഭികാരങ്ങളുടെ ഭാഗത്ത് എഴുതിയാൽ, റിയാക്റ്റൻസിൻ്റെ ഭാഗത്ത് പ്ലസ് ഹീറ്റ് എന്ന് എഴുതിയാൽ ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക്, താപാകിരണം. അപ്പോൾ പശ്ചാത്തലപ്രവർത്തനം താപമോചകം. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒരു സന്തുലന വ്യൂഹത്തിൽ മർദ്ദത്തിൻ്റെ സ്വാധീനം എന്തെന്ന് പരിശോധിക്കാം. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ, മർദ്ദത്തിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലം എന്ത് എന്ന് പരിശോധിക്കാം. സന്തുലന വ്യൂഹത്തിൽ മർദ്ദത്തിന് സ്വാധീനമുണ്ടാകാൻ 2 സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതേതൊക്കെയാണ്? ഒന്ന്, അഭികാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇവ വാതകാവസ്ഥയിൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അഭികാരങ്ങളുടെ ഭാഗത്തുള്ള ആകെ തന്മാത്രകളുടെ എണ്ണവും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തുള്ള ആകെ തന്മാത്രകളുടെ എണ്ണവും വ്യത്യസ്തമായിരിക്കണം. ഈ 2 കണ്ടീഷൻ ഒത്തുവന്നാൽ, സാഹചര്യം ഒത്തുവന്നാൽ മർദ്ദത്തിന് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ സമവാക്യത്തിലേക്ക് നോക്കൂ. നൈട്രജൻ വാതകമാണ്, ഗ്യാസാണ്. ഹൈഡ്രജൻ ഗ്യാസാണ്. അമോണിയ ഗ്യാസാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഒത്തുവന്നു അല്ലേ? അഭികാരങ്ങൾ വാതകങ്ങളാണ്, ഉൽപ്പന്നം വാതകമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, തന്മാത്രകളൊന്ന് എണ്ണി നോക്കുക. 1 മോൾ നൈട്രജൻ, 3 മോൾ ഹൈഡ്രജൻ, ടോട്ടൽ 4 മോൾ അല്ലേ? 3 1 4 മോൾ. ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് 2NH3, 2 മോൾ അമോണിയ. അപ്പം അഭികാരങ്ങളുടെ ഭാഗത്തുള്ള തന്മാത്രകളുടെ എണ്ണവും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തുള്ള തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ വ്യൂഹത്തിൽ മർദ്ദത്തിന് സ്വാധീനം ഉണ്ടാകും. നമുക്ക് എങ്ങനെയാണ് മർദ്ദത്തിന് സ്വാധീനം ഉണ്ടാവുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. മക്കളെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മർദ്ദവും വ്യാപ്തവും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? മർദ്ദം കൂട്ടുമ്പം വ്യാപ്തം കുറയും, വാതകങ്ങളാണെങ്കിൽ മാത്രം. തന്മാത്രയുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടും, തന്മാത്രയുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയും. വോളിയം ഈസ് ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ മോളിക്യൂൾസ് എന്നാണ്. തന്മാത്രകൾക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് വ്യാപ്തം എന്ന് പറയാം. അപ്പോൾ ഇവിടെ അഭികാരങ്ങളുടെ ഭാഗത്ത്, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുള്ള തന്മാത്രയുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായാലല്ലേ വ്യാപ്തത്തിൽ വ്യത്യാസം വരുള്ളൂ.
ബാക്ക്വേർഡ് റിയാക്ഷൻ വളരെ വേഗത്തിൽ നടന്നാൽ അമോണിയ മുഴുവൻ അഭികാരകമായിട്ട് മാറും. അപ്പോൾ 2 മോളുള്ളത് 4 മോളായി വർദ്ധിക്കും. അപ്പോൾ വ്യാപ്തം കൂടും. പുരോപ്രവർത്തനം വളരെ വേഗത്തിൽ നടന്നാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടിയാൽ ഇവിടെയുള്ള അഭികാരങ്ങൾ മുഴുവൻ ഉൽപ്പന്നമായിട്ട് മാറും. അപ്പം 4 മോളുള്ളത് 2 മോളായി ചുരുങ്ങും എന്ന് പറഞ്ഞാൽ വ്യാപ്തം കുറയും. അപ്പോൾ വ്യാപ്തം കുറയുന്ന വോളിയം ഡിക്രീസ് ചെയ്യുന്ന പ്രവർത്തനം ഫോർവേഡ് റിയാക്ഷനും വോളിയം കൂടുന്ന പ്രവർത്തനം പശ്ചാത് പ്രവർത്തനവുമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ വ്യൂഹത്തിൽ മർദ്ദം വർദ്ധിപ്പിച്ചാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടത്തി വ്യാപ്തം കുറക്കാൻ നോക്കും. ഈ വ്യൂഹത്തിൽ മർദ്ദം കുറച്ചാൽ പശ്ചാത് പ്രവർത്തനം വേഗത്തിൽ നടത്തി വ്യാപ്തം കൂട്ടാൻ നോക്കും. ഇങ്ങനെ മർദ്ദത്തിന് സ്വാധീനമുണ്ട് ഈ വ്യൂഹത്തിൽ അല്ലേ. ഇനി നമുക്ക് മറ്റൊരു രാസമവാക്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ രാസമവാക്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഹൈഡ്രജൻ ഗ്യാസാണ്, അയഡിൻ ഗ്യാസാണ്, ഹൈഡ്രജൻ അയോഡൈഡ് ഗ്യാസാണ് അല്ലേ. അപ്പം വാതകങ്ങളാണെന്ന് ഉറപ്പിച്ചു, ഗ്യാസ് സ്റ്റേറ്റാണെന്ന് ഉറപ്പിച്ചു. ഇനി മോളിക്യൂൾസ് എണ്ണി നോക്കൂ. ഇത് 1 മോളാണ്, ഇത് 1 മോളാണ്. 1 + 1 2. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ ഭാഗത്ത് 2 മോൾ. ഇനി ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും 2 മോൾ, 2HI 2 മോൾ. അപ്പോൾ ഇവിടെ അഭികാരകത്തിൻ്റെ ഭാഗത്തും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തും തന്മാത്രയുടെ എണ്ണം തുല്യമാണ്. നമ്പർ ഓഫ് മോൾസ് ആർ ഈക്വൽ ഇൻ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇവിടെ ഈ അഭികാരങ്ങളെ മുഴുവൻ ഉൽപ്പന്നമാക്കി മാറ്റിയാലും 2 മോളേ ഉണ്ടാവുള്ളൂ. ഉൽപ്പന്നത്തെ മുഴുവൻ അഭികാരമാക്കി മാറ്റിയാലും 2 മോളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വ്യാപ്തത്തിൽ മാറ്റം വരുന്നില്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ വോളിയം. സോ പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ് ഇൻ ദിസ് സിസ്റ്റം. ഈ വ്യൂഹത്തിൽ മർദ്ദത്തിന് സ്വാധീനമില്ല. ഇനി നമുക്ക് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകത്തിൻ്റെ പങ്ക് എന്ത് എന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ? സ്വയം രാസമാറ്റം സംഭവിക്കാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥമാണ് ഉൽപ്രേരകം അഥവാ കാറ്റലിസ്റ്റ്. Catalyst is a chemical substance which can influence the speed of a chemical reaction without any change to it. കാറ്റലിസ്റ്റ് 2 തരത്തിലുണ്ട്. പോസിറ്റീവ് ഉൽപ്രേരകമുണ്ട്, നെഗറ്റീവ് ഉൽപ്രേരകമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പോസിറ്റീവ് ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്ന ഉൽപ്രേരകമാണ്. നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കുറക്കുന്ന ഉൽപ്രേരകമാണ്. ഒരു ഉഭയദിശാ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഉൽപ്രേരകം ചേർത്ത് കൊടുത്താൽ അത് പുരോപ്രവർത്തനത്തിൻ്റെ വേഗതയും വർദ്ധിപ്പിക്കും, പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ വേഗതയും വർദ്ധിപ്പിക്കും. അപ്പോൾ രണ്ടും വളരെ പെട്ടെന്ന് സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഉൽപ്രേരകം ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കാൻ അത് സഹായിക്കും. When we use a positive catalyst at the initial stage of a reversible reaction, it will help to attain the equilibrium very fastly because the positive catalyst will increase the speed of forward reaction and speed of backward reaction in same extent. Therefore, the system will attain equilibrium very fastly. ഇനി സന്തുലനാവസ്ഥ പ്രാപിച്ചതിന് ശേഷമാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിലോ ദർ ഇസ് നോ ഇൻഫ്ലുവൻസ്, യാതൊരു സ്വാധീനം ഉണ്ടാവില്ല. കാരണം എന്താ? സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ പുരോപ്രവർത്തനത്തിൻ്റെ വേഗതയും പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ വേഗതയും തുല്യമായി നടക്കുന്ന അവസ്ഥയാണ്. അതിലേക്ക് നമ്മളൊരു പോസിറ്റീവ് ഉൽപ്രേരകം ചേർത്ത് കൊടുത്താൽ പുരോപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുന്നുണ്ട്, അതേപോലെ പശ്ചാത്തപ്രവർത്തനത്തിൻ്റെ വേഗതയും കൂടുന്നുണ്ട്. അപ്പോൾ സന്തുലനാവസ്ഥ മാറുമോ? ഇല്ല. അപ്പോൾ ഒരു സന്തുലന വ്യൂഹത്തിൽ ഉൽപ്രേരകം ചേർത്ത് കൊടുത്താൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ. അപ്പോൾ മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടല്ലോ. ലേഷാലിർ തത്വം വളരെ വിശദമായി ഇവിടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു സന്തുലന വ്യൂഹത്തിൽ ഒരു ഉൽപ്രേരകത്തിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്താണ് എന്നും വിശദീകരിക്കപ്പെട്ടു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്.
അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.